ഹായ്. എന്നെ കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് ഞാൻ വന്നിട്ട് അറിഞ്ഞില്ലല്ലേ? ഞാൻ ആലോചിച്ചോണ്ടിരുന്നത് ഇയാളെ പറ്റിയല്ല, റിസർച്ചിനെ കുറിച്ചാ. ജസ്റ്റ് കേട്ടെ. അതൊക്കെ പോട്ടെ. ഇന്ന് നമുക്ക് റിസർച്ചിനെ പറ്റിയും ചെടിയെ പറ്റിയൊക്കെ സംസാരിക്കാതെ വേറെന്തെങ്കിലും സംസാരിക്കാം. അപ്പൊ നമ്മളെ പറ്റി സംസാരിക്കാം. ഇയാളുടെ കോളേജിൽ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇയാൾ ജോലിക്ക് പോവോ അതോ കല്യാണം കഴിക്കുവോ? ഈ ചെടിയെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുന്നത് ഒരു ജോലി കിട്ടാൻ വേണ്ടിയാ. ഇക്കാലത്ത് ജോലിയുള്ള പെൺകുട്ടികൾക്ക് ഈസി ആയിട്ട് കല്യാണം കഴിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നില്ലേ? കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ ശമ്പളം എത്രയാ, സ്ത്രീധനം എത്രയാന്നൊക്കെ ചോദിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷെ ഇയാളെ കെട്ടാൻ വേണ്ടി സ്ത്രീധനം പോലും ആരും നോക്കില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമെന്നോ? ഇയാളെ കണ്ട എല്ലാം വലിച്ചെറിഞ്ഞ് കൂടെ വരും. മതിയെന്നേ, തള്ളിയതൊക്കെ ഒന്ന് മതിയാക്ക്. അതുപോട്ടെ, എന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. നിങ്ങളെ കുറിച്ച് പറ. എന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്റെ ഫ്രണ്ട് ഗ്രൗണ്ട് എല്ലാം ഇവിടെ തന്നെയല്ലേ. എന്റെ PhD പഠിത്തം കഴിഞ്ഞാ പിന്നെ ജോലിയൊക്കെ നോക്കി ഇവിടെ തന്നെ സെറ്റിൽ ആവാനാ പ്ലാൻ. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ജോലിയെ പറ്റിയല്ല, നിങ്ങളുടെ കല്യാണത്തെ കുറിച്ചാണ്. നിങ്ങൾ എങ്ങനത്തെ പെണ്ണിനെയാ കല്യാണം കഴിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോ സത്യം പറയണോ അതോ കള്ളം പറയണോ? അതെന്തിനാ? സത്യം പറഞ്ഞാ മതി. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇയാളെ പോലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. ശരിക്കും പറഞ്ഞ ഇയാള് തന്നെ എന്റെ ജീവിതത്തിലോട്ട് വന്ന എന്നെക്കാൾ ലക്കിയായിട്ടുള്ള ഒരാൾ ഈ ലോകത്ത് വരെ ഉണ്ടാവില്ല. മോനെ, ഈ പാതിരാത്രിക്ക് നീ എന്തിനാ ഈ ചുടുകാട്ടിക്കൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നേ? ആരും ഇതിലൂടെ പോകുന്ന പോലെ തോന്നി, അതാ ഞാൻ അങ്ങോട്ട് വന്നേ. അയ്യോ, പ്രേതത്തെ കുറിച്ച് ഗവേഷണം നടത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. ഈ പാതിരാത്രിയിൽ നേരവും കാലവും നോക്കാതെ അരനിക്കറൂട്ടി ഇങ്ങനെ ചുറ്റിക്കറങ്ങിയ നിനക്കെന്തെങ്കിലും ആപത്ത് വരുമെന്ന് ഓർത്ത് എന്റെ ഹൃദയം ഇങ്ങനെ പടപടാന്നിരിക്കുക. മോനെ, പ്രാണിയുടെ ആത്മാവ് ഇവിടെയാ ചുറ്റിക്കറങ്ങുന്നത്. 4 പാട് നോക്കി വേഗം വീട്ടിലേക്ക് പോകും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. വിശ്വസിക്കണ്ട. എന്തായാലും ഈ വഴിക്ക് നീ പോകണ്ട. അവിടെ നിന്റെ അച്ഛൻ വെള്ളം അടിച്ചോണ്ടിരിക്കുക. നീ വഴി പോ. എനിക്ക് എങ്ങനെ പോകണമെന്ന് അറിയാം, നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല. പോയെ പോയെ. ശരി അനിയാ, ശരി. ആ വഴിക്ക് പോകലെന്ന് പറഞ്ഞ ആ വഴിക്ക് തന്നെ പോകും നീ. കണ്ടോണ്ടിരുന്നല്ല എങ്ങനെയാ? കഴിക്ക്, കാലത്ത് സ്കൂളിൽ പോണ്ടല്ലേ. മമ്മി, ദേ ചേട്ടൻ വന്നിരിക്കുന്നു. സൂര്യ, ഈ രാത്രിയിൽ എന്താ പെട്ടെന്ന് എന്താ ടെൻഷൻ പിടിച്ചു വന്നേ? ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വന്നായിരുന്നോ? നിങ്ങൾ എന്തെങ്കിലും പാട്ട് കേട്ടായിരുന്നോ? അതെ, വന്നല്ലോ. ആരാ? ചേട്ടനാണേ. ഇരിക്കും മോനെ. മോളെ, മോള് ചെന്ന് ചേട്ടന് ബിരിയാണി എടുത്തോണ്ട് വാ. ഈ സമയത്ത് സൂര്യ വന്ന എന്തിനാണെന്നറിയോ? നിന്നെ കാണാൻ വേണ്ടിയാ. ആന്റി, സ്വപ്നം ഉണ്ടാക്കിയ ബിരിയാണിയാ. ഒന്നെടുത്ത് കഴിച്ചു നോക്കിക്കേ. അയ്യോ വേണ്ട. പറയുന്ന കേക്ക് സൂര്യ. അയ്യോ വേണ്ട ആന്റി. കഴിക്ക് ചേട്ടാ. എനിക്കിതൊന്നും വേണ്ട. സൂര്യ, ഞാൻ ഉണ്ടാക്കിയതാ, ഒന്ന് ടേസ്റ്റ് ചെയ്. ഇതില് എല്ലാം കുന്ത്രണ്ടൊക്കെയാ, എനിക്കിതൊന്നും വേണ്ട. പിന്നെ ചിക്കൻ ബിരിയാണിയിലെ ചിക്കന്റെ എല്ലല്ലാതെ വേറെന്താ കാണാ? എന്തിനാ ഇങ്ങനെ വേണ്ടാന്ന് പറയുന്നേ? ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക്? അയ്യോ അതല്ല, ഞാനന്ന് നോൺ വെജ് കഴിക്കുന്ന ദിവസമല്ല, അതുകൊണ്ടൊന്നും വിചാരിക്കല്ലേ. തിന്നു ചേട്ടാ. മോളെ, നീ ഇതങ്ങ് കഴിച്ചോ. ദാ കഴിക്കേ. എന്താടാ, സുഖമാണോ? സുഖായിരിക്കുന്നടാ. അതൊക്കെ ഇരിക്കട്ടെ, സ്വപ്നസുന്ദരിയുടെ കാര്യം ഇവിടം വരെ ആയി. എന്നും കാണാറുണ്ടോ? എടാ, എല്ലാം നന്നായി പോകുന്നു. സ്വപ്നയുടെ സൈഡ് നോക്കിയാ. എടാ, അവളുടെ വീട്ടിലൊരു കൊച്ചുണ്ടടാ. ചുമ്മാ ഓരോന്ന് കാണിച്ച് പേടിപ്പിക്കോടാ. ലാസ്റ്റ് ടൈം പോയപ്പോ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് തന്നടാ. മനുഷ്യന്റെ എല്ല് മുന്നിൽ വെച്ചിട്ട് ചിക്കൻ ബിരിയാണിയെ കഴിച്ചോളാൻ പറയാ. അങ്ങനാണോ? ഈ കാര്യം നിന്റെ ഡാർലിങ്ങിനോട് പറഞ്ഞായിരുന്നോ? ഞാനത് പറഞ്ഞടാ. ആ കൊച്ചിന്റെ ദേഹത്ത് പ്രേതബാധ ഉണ്ടെന്നാ പറയുന്നത്. എന്നാലത് ആദ്യം ചെയ്യ്, നിന്റെ ലൈൻ ക്ലിയർ ആവും. ശരിയല്ല, സൂക്ഷിച്ചു വേണം. ടേക്ക് കെയർ. ഓക്കെ, ബൈ. ഇനിയും പറഞ്ഞ അവൾക്ക് എന്തെങ്കിലും തോന്നൂ? സ്വപ്ന, എന്തു പറ്റി? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചു നാളായിട്ട് നിന്റെ മുഖത്ത് നല്ല മാറ്റം കാണുന്നുണ്ടല്ലോ. എന്താ നിനക്ക് പറ്റിയേ? നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അന്ന് പറഞ്ഞല്ലോ, അനിയത്തിയെ കല്യാണം കഴിപ്പിച്ചു വിടണം, നല്ല ജോലി ചെയ്ത് സമ്പാദിക്കണം എന്നൊക്കെ.
അതിനിടയ്ക്ക് കല്യാണത്തെ പറ്റിയൊക്കെ എന്തിനാ? അയ്യോ നമ്മുടെ കാര്യമല്ല, വെണ്ണിലയുടെ കാര്യമാ. ഇപ്പോഴൊക്കെ ആവശ്യമില്ലാതെ കുറെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. എല്ലാ കാര്യവും എടുത്തു ചാടിയായി ചെയ്യുന്നത്. വെണ്ണിലേക്ക് എന്ത് പ്രായം കുറവാണ്. അവള് പഠിച്ചോണ്ടിരിക്കല്ലേ, ഇതിനുള്ളിൽ എന്തിനാ കല്യാണമൊക്കെ? അയ്യോ നീ തമാശ പറയല്ലേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമ്മുടെ വെണ്ണിലേക്ക് വെണ്ണിലേക്ക് എന്താ വെണ്ണിലാന്ന് എന്നെ കുറിച്ച് എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നത്? എന്തിനാ നീ അവിടെ നിൽക്കുന്നേ? താഴോട്ട് ഇറങ്ങ്, വാ. എന്തിനാ ഇങ്ങനെ തലമുടിയൊക്കെ അഴിച്ചിട്ട് പ്രേതത്തെ പോലെ നിൽക്കുന്ന എന്തിനാന്നാ ചേട്ടൻ പറഞ്ഞോണ്ടിരുന്നെ? സൂര്യ, നീ എന്തോ പറഞ്ഞോണ്ടിരുന്നില്ലേ? ആ എന്താ വെണ്ണില ഇങ്ങോട്ട് വന്നേ? മമ്മിയുടെ സെല്ല് റിപ്പയർ ആണെന്ന് ചേട്ടാ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോ ഉറങ്ങി എന്നെ വിളിച്ചുണർത്തി ഈ സെല്ല് റിപ്പയർ ചെയ്തിട്ട് വരാൻ പറഞ്ഞയച്ചു. ഈ മൊബൈൽ ഫോൺ ശരിയാക്കുന്ന കട വല്ല അറിയാവോ? അതൊക്കെ എന്തിനാ ഇയാൾ അറിയുന്നേ? ഈ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. മൊബൈൽ കട ഇവിടെ തന്നെ ഉള്ളത്. വളരെ നന്ദിയുണ്ട്, ഞങ്ങളോട് ഇത്രയും സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ. ഇതിനൊക്കെ എന്തിനാ നന്ദി പറയുന്നേ? ആ ഫോൺ ഇങ്ങത്താ, ഞാൻ കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾ ചെല്ല്. ഞാനും ചേട്ടന്റെ കൂടെ വരാം. ശരി, പോയിട്ട് വേഗം വാ. നിങ്ങൾ പോയിക്കോ, എനിക്കൊരു ചെറിയ പണിയുണ്ട്. ഇറ്റ്സ് ഓക്കെ. അല്ല ഡയറക്ടർ സാറേ, എന്താ നിങ്ങളുടെ വീട് എവിടെയാണെന്നൊന്ന് പറയാമോ? വിജയനഗറിലാ ഏട്ടാ എന്റെ വീട്. അയ്യോ, അവിടെയാണല്ലേ നിങ്ങളുടെ വീട്? ചുമ്മാ അതല്ല ഇത്രയും സിനിമ ഡയറക്ട് ചെയ്തത്. വിജയനഗർ എന്ന് പറഞ്ഞ പിന്നെ ചുമ്മാതെയാ? ഇന്ത്യ മഹാരാജ്യത്തെ പേരുകേട്ട സ്ഥലമല്ലേ നിന്റെ വീട്? ഈ സ്ഥലത്തെ കുറിച്ച് ദിവസം പത്രത്തിൽ വരാറുണ്ട്, അറിയാമോ? അതും ഇംഗ്ലീഷ് പത്രത്തിൽ. ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. വായിക്കാൻ അറിയില്ലല്ലേ? ഒന്ന് പതുക്കെ ചെയ്യാം. പക്ഷേ വലിയ വലിയ സൂപ്പർ സ്റ്റാറുകൾ ഉള്ളത് നീ പറഞ്ഞ സ്ഥലത്ത് തന്നെ. ദി ഗ്രേറ്റ് മൂലക്കട ആമപ്പൂട അപ്പുക്കുട്ടൻ ആരാണെന്ന് നിനക്കറിയോ? ഏതവനാത്? ഞാനാടാ. വിജയനഗരത്തിലാ ജനിച്ചേ? അതെ, ഞാൻ വളർന്നത് വിജയനഗറിലാണെങ്കിലും ജനിച്ചത് അങ്ങ് കന്യാകുമാരിയില. അയ്യോ, അപ്പം നീ ഒരു കോത്താഴ്ത്തുകാരൻ. ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് വിജയനഗറിൽ ജനിച്ചവരെല്ലാം വലിയ ബുദ്ധിമാന്മാരാണ്, അവരാണ് ഇവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞ പോലെ ആയിരുന്നു നീ എന്നേ രക്ഷപ്പെട്ട. നല്ലൊരു കലാകാരൻ ഏത് സ്ഥലത്ത് പോയാലും ഏത് കോത്താഴത്തുകാരനായാലും അവന് പേരെടുക്കാൻ സാധിക്കും. അതെ, കുറെ നാളായിട്ടേ മസാജിൽ അങ്ങോട്ട് ശ്രദ്ധയില്ലാഞ്ഞിട്ട് സംസാരിച്ച് മയക്കുന്നതിലാണ് ഇയാള് കേമൻ. മോനെ ഡയറക്ടറെ, ചുരുക്കം പറഞ്ഞാൽ കടിച്ചു പിടിച്ചൊരു 90 സിനിമയെങ്കിലും നീ ഡയറക്ട് ചെയ്തു. മാത്രമല്ല കർണൻ ജനിച്ച സ്ഥലത്തല്ലേ നീ ജനിച്ചിരിക്കുന്നത്. വിജയനഗറിലാ ജനിച്ചത്? ഒന്ന് കളഞ്ഞു നീ. ഞാനെന്തിനാ അയാളെ കൊല്ലുന്നേ? കർണനെ കൊന്നെന്നല്ല പറഞ്ഞേ, കൗണ്ടർ പറഞ്ഞു കൊന്നെന്നാ പറഞ്ഞേ. ഓ, അടിപൊളി. എന്റെ ഡയറക്ടറെ, കർണൻ വിജയനഗരത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രമാണല്ലോ അവിടെ താമസിക്കുന്ന നായകന്മാരൊക്കെ ഡൊണേഷൻ കൊടുക്കുന്നതെന്ന് നിനക്ക് അറിഞ്ഞൂടെ? കർണൻ എന്റെ നാട്ടിലാ ജനിച്ചെന്ന് പറഞ്ഞ് താൻ എന്നെ അങ്ങ് മയക്കല്ലേ? കൊള്ളാം കൊള്ളാം, നടക്കട്ടെ. ശർമ്മ സാറേ, മസാജ് ചെയ്തതിന് ഓടിയാ. ശർമ്മ സാറേ കുളിച്ചില്ലേ? എവിടുന്നാ ഈ പൈസ എടുത്തേ? മസാജിന് തന്നു കുടിക്കാൻ. കള്ളു കുടിക്കാൻ തന്നു. ടച്ചിങ്സിന് ചെരിപ്പൂരി അടിക്കട്ടെ. എന്നെ വർത്താനാണ് നീ പറഞ്ഞ? നിന്റെ നാട്ടിൽ കർണൻ ജനിച്ചെന്നോ? അതെ, എല്ലാം കഴിഞ്ഞ് വേഗം ഇങ്ങ് ഓടിയെത്തിയോ? അത്ര വലിയ കുടിച്ചടാ, കുടിയന്മാരുടെ സംസ്ഥാന സെക്രട്ടറിയാടാ. എടാ, കുടിച്ചതിന് മുമ്പാണോ പറഞ്ഞത് കുടിച്ചതിന് ശേഷമാണോ പറഞ്ഞത്? അത് പിന്നെ നീ കുടിക്കുന്നതിന് മുമ്പേ അല്ലേ പറഞ്ഞത്? കുടിക്കുന്നതിന് മുമ്പ് പറഞ്ഞതൊക്കെ ക്യാൻസർ. ക്യാൻസറോ? ഇപ്പൊ പറയുന്നത് കറക്റ്റ്. എടാ ഡയറക്ടറെ, നീ പ്രേതത്തിന്റെ പടം എടുത്ത് ഇവിടെയുള്ള ജനങ്ങളെല്ലാം പേടിപ്പിച്ച് ഇന്ദ്രനെ കവച കൊണ്ടെല്ലാം ഡൊണേഷനായി കൊടുത്ത കർണൻ ജനിച്ച നാട്ടിൽ ജനിച്ചു എന്ന് പറഞ്ഞ അത് കേട്ടിരിക്കാൻ മാത്രം ഞാനെന്താ മണ്ടനാ? കർണനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. വാ, ഇങ്ങോട്ട് വാടാ, വാടാ, വാങ്ങട്ട്. കർണൻ ജനിച്ചത് വളർന്നത് പഠിച്ചത് എല്ലാം എന്റെ നാട്ടിലാ, കാക്കനാട്. കാക്കനാടോ? ആ, നീ എന്താ മോനെ വിചാരിച്ചത്? ദി ഗ്രേറ്റ് പോർട്ട് കാക്കനാട്, ബോൾഗാട്ടി സെന്റർ കാക്കനാട്, ശ്രീ രാംദാസ് മോട്ടോർ ട്രാൻസ്പോർട്ട് കാക്കനാട. ഒരേ വാക്കിൽ തീർക്കണമെങ്കിൽ അത് ബോക്കാക്കനാട്. അതാ. നീ ബോൾഗാട്ടി പാലസിൽ പോയിട്ടുണ്ടോടാ? പോകാത്ത ഓടിക്കില്ല.